ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡെഫിനേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, മാഗ്നറ്റിക് ഫ്ലക്സ്. The amount of magnetic field produced by a magnetic source is called a magnetic flux. അതായത് നമുക്കറിയാം മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റ മോണോപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതിനെപ്പോഴും നോർത്ത് പോളും സൗത്ത് പോളും കാണും. എത്ര മാഗ്നറ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്താലും എപ്പോഴും അതിനൊരു നോർത്ത് പോളും അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു സൗത്ത് പോളും കാണും. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? ഫ്രം നോർത്ത് ടു സൗത്ത്, ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്ത് ആയിരിക്കും, ഇൻസൈഡ് ദ മാഗ്നറ്റ് സൗത്ത് ടു നോർത്ത് ആയിരിക്കും അല്ലേ? അപ്പം ഈ ഫീൽഡ് ലൈൻസ്, എത്രമാത്രം ഫീൽഡ് ലൈൻസ് ഇതിനുണ്ടോ അത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇതിന് കാണും. അപ്പം അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഫൈ. അതിൻ്റെ യൂണിറ്റാണ് വെബർ. അപ്പോൾ 1 വെബർ എന്ന് പറഞ്ഞാൽ 10⁸ ലൈൻസ് ആണ്. ഒരു വെബറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് 10⁸ ലൈൻസ് കാണും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണും. ഓക്കെ, ഇനി അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, എത്രമാത്രം ഫ്ലക്സ് ഉണ്ടോ ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മളൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടോ അതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഫ്ലക്സ്. ഇത് പ്രത്യേകം അറിയണം. നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫ്ലക്സ് ബൈ ഏരിയ ആണ്. ഒരു ചെറിയ ഏരിയയിൽ എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടോ അത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ ഏരിയയെങ്കിൽ ഇങ്ങനെ നിൽക്കും, പെർപെൻഡിക്കുലറായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഫ്ലക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ബി ഇൻറ്റു എ, ബി ഡോട്ട് എ അല്ലെങ്കിൽ ബി ഇൻറ്റു എ. അപ്പം if a flux passing through the unit area is not exactly at right angles to the plane consisting the area but making some angle with the flux phi crossing the area. അപ്പോൾ എല്ലാ കേസുകളിലും ഈ ഫ്ലക്സ് എന്ന് പറയുന്ന ഫൈ ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം ഒരു ആംഗിൾ മേക്ക് ചെയ്യാം. ഇങ്ങനൊരു ഫ്ലക്സ്, ഇങ്ങനൊരു ഏരിയ ഉണ്ടെങ്കിൽ അതിൽ ഫ്ലക്സ് വിൽ ബി മേക്കിംഗ് സം ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പം നമ്മുടെ magnetic flux in the equation becomes magnetic flux will be integral b dot ds. അവിടെ s represents the surface, എത്രമാത്രം സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തോ. ഈ ഇക്വേഷൻ is valid only if the surface is open. Okay, ds equal to open surface through which flux is passing. ഈ ഇക്വേഷൻ is only ഈ ഇക്വേഷൻ വാലിഡ് എപ്പോഴാണ്? when the surface is open surface. Closed surface integral b dot ds is 0. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഫ്ലക്സ്. ഫ്ലക്സ് എപ്പോഴും റൈറ്റ് ആംഗിളിലായിരിക്കും. ഈ റൈറ്റ് ആംഗിളിലല്ലാതെ ഒരു ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്ലക്സ് റൈറ്റ് ആംഗിളിലല്ലെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വെൻ ദ ഏരിയ ഈസ് ഓപ്പൺ സർഫസ്, വെൻ ഡി എസ് ഈസ് ഓപ്പൺ സർഫസ് ത്രൂ വിച്ച് ഫ്ലക്സ് ഈസ് പാസിങ്. ഓക്കെ, ഇതല്ല നമ്മൾ ഓപ്പൺ സർഫസ് അല്ല, ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ, for closed surface the magnetic flux lines are always exist in the form of closed loop. നമുക്കറിയാവുന്ന കാര്യമാണ്. മാഗ്നറ്റിക് ലൈൻസ് എപ്പോഴും എങ്ങനെയാണ്? ഇങ്ങനെ വന്നൊരു ക്ലോസ്ഡ് ലൂപ്പിലേ ഇരിക്കത്തുള്ളൂ അല്ലേ? എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്പായിരിക്കും. ദസ് ഫോർ ക്ലോസ്ഡ് സർഫസ്, ഇങ്ങനെ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻറ്ററിങ് മസ്റ്റ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് ലീവിങ്. അതായത് ഇങ്ങനൊരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കൺസിഡർ ചെയ്യുന്ന സർഫസിന് വെളിയിലിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഷുഡ് ബി ഈക്വൽ ടു അകത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. പക്ഷേ ഇത് ഓൾറെഡി ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയതുകൊണ്ട് ഈ വേറൊരു സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെളിയിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണത്തില്ല. ദ സിംഗിൾ മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്.
എന്തുകൊണ്ടാണ്? ഒരിക്കലും മാഗ്നറ്റ് മോണോപോളായിട്ട് നമ്മുടെ പോയിൻ്റ് ചാർജ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പോയിൻ്റ് ചാർജസ് ഇരുന്നോളും, സെപ്പറേറ്റഡ് ആയിട്ട് ഇരുന്നോളും. പക്ഷെ അങ്ങനെ ഒരിക്കലും മാഗ്നറ്റ് ഇരിക്കത്തില്ല. മാഗ്നറ്റിനെ നമ്മൾ വീണ്ടും വീണ്ടും ബ്രേക്ക് ചെയ്താൽ ഇപ്പോൾ എത്ര ചെറിയ പീസ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും കാണും. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിൻ്റെ അകത്ത് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ദ സിംഗിൾ മാഗ്നറ്റിക് പോൾ കനോട്ട് എക്സിസ്റ്റ് ലൈക്ക് സിംഗിൾ ഐസൊലേറ്റഡ് ഇലക്ട്രിക് ചാർജ്. അതുകൊണ്ട് നോ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാൻ റിസൈഡ് ഇൻ എ ക്ലോസ്ഡ് സർഫസ്. നോ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാൻ റിസൈഡ് ഇൻ എ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ക്ലോസ്ഡ് സർഫസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് വിൽ ബി 0. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് 0 ആണ്. ഈ ക്ലോസ് ഇടാതാണെങ്കിലോ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലക്സ് ഫൈ ആണ്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓർ ഗോസ് ലോ ഇൻ ഇൻ്റഗ്രൽ ഫോം ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നമ്മുടെ ഗോസ് ലോ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഗോസ് ലോ ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഗോസ് ലോ ഇൻ ഇലക്ട്രിക് ഫീൽഡ് വാസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് അല്ലേ? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ്. നമ്മൾ ഗോസ് ലോ പറയണമെങ്കിൽ എപ്പോഴും നമ്മളൊരു ക്ലോസ്ഡ് ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യും. ഇതിൻ്റെ അകത്ത് എത്രമാത്രം ചാർജസ് ഉണ്ടോ അത്രമാത്രം ഫ്ലക്സ് വെളിയിലോട്ട് വരും അല്ലേ? ഇതായിരുന്നു നമ്മുടെ ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഗോസ് ലോ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ക്ലോസ്ഡ് സർഫസിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്നും വെളിയിൽ വരത്തില്ല. ഇനി ഇതിനെ നമ്മൾ ഈ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസിനെ നമ്മൾ ഇൻ്റഗ്രൽ ഫോം എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ പോയിൻ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പം ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഈ ഡോട്ട് ഉണ്ടല്ലോ, ഡോട്ട് വരുന്നതിന് നമ്മൾ ഡൈവർജൻസ് എന്നാണ് പറയുന്നത്. അതായത് ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് എല്ലാം കേളാണ് വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് കേൾ ഇടുമ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റും, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫുള്ള് ഡൈവർജൻസ് ആണ്. അപ്പം നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് വരുന്നത്. അവിടെ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി ആയിരുന്നു. ഡെൽ ക്രോസ് വി എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതിങ്ങനെ കേളിൻ്റെ ഒരു കേസാണ്. അതായത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ റേഡിയലി ഇൻവേർഡ് അല്ലെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്, ഒരിക്കലും ഒരു കേർവ്സ് അല്ലെങ്കിൽ സർക്കുലർ ലൂപ്പ് ഒന്നുമല്ലല്ലോ. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും സർക്കുലറാണ്, റേഡിയലി അല്ല. അപ്പം നമ്മൾ അവിടെ ഡോട്ട് പ്രോഡക്റ്റ് ഏതിൻ്റെ എടുത്താലും മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി 0. ഓക്കെ, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണെങ്കിൽ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി. ഈ ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. EMTയുടെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോർമുല ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയും ചോദിക്കാം. ദ ഡൈവർജൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഓൾവേസ് 0. ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ബി ഈസ് ഓൾവേസ് 0. ദ ഡൈവർജൻസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഓൾവേസ് 0. അടുത്തത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് റിക്വയർഡ് ടു സെറ്റപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ്. എത്രമാത്രം ഫോഴ്സാണ് റിക്വയർഡ് ടു സെറ്റപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ്? അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? NIനെ ഡിപ്പെൻഡ് ചെയ്യും. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് I is the കറണ്ട്. നമുക്കറിയാം ഒരു സോളിനോയിഡ് ഉണ്ടെങ്കിൽ, ഒരു സോളിനോയിഡ് എങ്ങനെയാണ് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി വെക്കുന്നതാണ് അല്ലേ? എന്നിട്ട് നമ്മൾ എത്രമാത്രം കറണ്ട് ഇതിൻ്റെ കൂടെ കടത്തി വിടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് എത്രമാത്രം ടേൺസ് ഉണ്ട്, ഇതിനെ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? സോ അപ്പം എന്താണ് ആ ഫോഴ്സ് റിക്വയർഡ് ടു സെറ്റപ്പ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് അപ്ലൈഡ്. സോ ഇറ്റ് ഈസ് ആംപിയർ ടേൺസ്. MMFൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ ടേൺസ്. ഓക്കെ, അടുത്തത് റിലക്റ്റൻസ്. അടുത്തതാണ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് എന്താണ്? നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് റിലക്റ്റൻസ് ആരെ ഒപ്പോസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. നമുക്കറിയാമായിരുന്നു റെസിസ്റ്റൻസ് എന്തായിരുന്നു? R ഈക്വൽ ടു V/I ആയിരുന്നല്ലോ. ഇവിടെ റിലക്റ്റൻസ് ആണ്. റിലക്റ്റൻസ് ഈക്വൽ ടു MMF ബൈ
ഫ്ലക്സ് ഇവിടെ കറണ്ട് വരത്തില്ല, ഫ്ലക്സ് ഇവിടെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ആർ ക്യാൻ ബി റിട്ടേൺ ആസ് ഇൻസ്റ്റെഡ് ഓഫ് വി ഇറ്റ് ക്യാൻ ബി ഇ എം എഫ് ബൈ ഐ അല്ലേ. ഇ എം എഫ് ബൈ ഐ എഴുതുമ്പം റിലക്റ്റൻസ് എസ് ഈക്വൽ ടു എം എം എഫ് ബൈ ഫ്ലക്സ് ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഇതിൻ്റെ യൂണിറ്റ് എം എം എഫിൻ്റെ ആംപിയർ ടേൺസ് പെർ വെബർ, ആംപിയർ ടേൺസ് ആൻഡ് ഫ്ലക്സ് ഈസ് വെബർ. ഇത് നമ്മുടെ ഈ വർഷത്തെ 2021 ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്കകത്ത് ചോദിച്ചതാണ് ഈ യൂണിറ്റ്. റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ടേൺസ് പെർ വെബർ. എങ്ങനെ പോയാലും നമുക്കൊരു യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ കാണും കേട്ടോ. ഏത് പരീക്ഷ ആവട്ടെ, ഇലക്ട്രീഷ്യൻ ആവട്ടെ, സബ് ആവട്ടെ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവട്ടെ, ഏത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, യൂണിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എച്ച് എം എം എഫ് ബൈ എൽ. എം എം എഫ് എന്താണ്? എൻ ഐ ബൈ എൽ. ഇറ്റ് ഈസ് ആംപിയർ ടേൺസ് പെർ മീറ്റർ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതുപോലെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്, വിച്ച് ഈസ് ഇ അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആണ്. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. അപ്പം ബി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സ് ഡെൻസിറ്റി, എച്ച് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വേറൊരു പേരാണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. മാഗ്നറ്റൈസിങ് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട് കേട്ടോ. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എഫ്. ഇത് മാഗ്നറ്റൈസിങ് ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇത് രണ്ടും ഒന്നാണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ എച്ച്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് കളയുമ്പോൾ ഇറ്റ് ഈസ് മ്യൂ എച്ച്. മ്യൂ എന്താണ്? മ്യൂ നമ്മുടെ പെർമിയബിലിറ്റി ആണ്. മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് മ്യൂ ആർ. മ്യൂ നോട്ട് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആണ്, അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഏതൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ. മ്യൂ നോട്ട് ഈക്വൽ ടു 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. ഈ റിലേറ്റീവ് പെർമിയബിലിറ്റി പല മെറ്റീരിയലിനും പലതാണല്ലേ, പക്ഷേ റിലേറ്റീവ് പെർമിയബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഇതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി പഠിച്ചപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ എപ്സിലോൺ നോട്ടും എപ്സിലോൺ ആറും പഠിക്കും. എപ്സിലോൺ നോട്ട് ഈസ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, എപ്സിലോൺ നോട്ട് ഈസ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആൻഡ് എപ്സിലോൺ ആർ ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് യൂണിറ്റ് ഇല്ല. എപ്സിലോൺ നോട്ട് അവിടെയും ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു, വിച്ച് വാസ് 8.854 × 10⁻12 ഫാരഡ് പെർ മീറ്റർ. ഈ കോൺസ്റ്റൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.